അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? ബോർഡ് എക്സാം മാത്രമാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ മോഡൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നാളത്തേക്ക് വെക്കാം, അല്ലെങ്കിൽ ഇനി പിന്നെ പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലില്ല അല്ലേ. ഓൾറെഡി നമ്മൾ മോഡലിനെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ 4-5 ചാപ്റ്ററിന് തന്നെ 48 മാർക്കിനും 40 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആ 48 മാർക്സ് 50 മാർക്ക് നമുക്ക് അതിന് ഒരു 80 മാർക്സിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബിസിനസ് ട്രേഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബിസിനസിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. ആൻഡ് ഇറ്റ് ഗോട്ട് 6 മാർക്സ് എന്നുള്ളതാണ്. 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്സ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വി നോ, നമുക്ക് മോഡലിൽ ചോദിച്ചതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എന്നുള്ള ഒരു ചോദ്യമാവാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എന്നുള്ള ചോദ്യമാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് അല്ലേ, ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വായിച്ചാൽ അറിയാം, ക്യാരക്ടറിസ്റ്റിക്സിലും ഒബ്ജക്റ്റീവ്സിലും ഒക്കെ സെയിം പോയിന്റ്സ് വരാറുണ്ട്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻഡസ്ട്രി കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ടേഴ്സറി സെക്ടർ എന്താണെന്നും പ്രൈമറി എന്താണെന്നും സെക്കൻഡറി എന്താണെന്നും അതിലുള്ള ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് നോക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ സെയിം ആണ് എയ്ഡ്സ് ട്രേഡിലേക്കുള്ളതും. ആൻഡ് വി ഹാവ് ഈ പറഞ്ഞതുപോലെ തന്നെ ട്രേഡിനെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു. ആൻഡ് ബിസിനസ് റിസ്ക്. ഓൾ ടുഗദർ ഇത്രയും പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു 6 മാർക്കാണ്. ഇവിടെ പഠിക്കുന്ന സമയത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ ഒരു 4 പോയിന്റ് എന്നുള്ള രീതിക്ക് പഠിക്കാം. ഒരു എസ്സേ ക്വസ്റ്റിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് മേ ബി ഒരു 5 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റർ എന്ന് വരാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഇസ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ വിച്ച് ക്യാരീസ് 12 മാർക്സ്. 12 മാർക്ക് ക്യാരി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മോഡൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ളതായിരുന്നു. ആൻഡ് ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇനിയും നമ്മൾ സോൾ പ്രൊപ്രൈറ്റർ ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, ജോയിന്റ് സ്റ്റോക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. ഈ മൂന്നിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു എസ്സേ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇതിൽ വരിക, അല്ല, വീണ്ടും ഒരു 4 മാർക്കിന് ചോദ്യം 8+4 എന്നുള്ള രീതിയിൽ വരാറുണ്ട്. അപ്പോൾ മേ ബി ഇനി ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ആവും, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ 5 ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, അതിൽ തന്നെ അവസാനം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഫാക്ടേഴ്സ് പറയുന്ന ഒരു ബിസിനസ് മോഡൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ പോയിന്റ്സും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോംസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു വെക്കണം. ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ആൻഡ് ഞാൻ പറയുന്നു, ജോയിന്റ് ഹിന്ദു ഫാമിലി അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എസ്സേ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ മറ്റു ഭാഗത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി 3 മോഡൽസും ഫോംസ് ഓഫ് ബിസിനസ്സിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ എസ്സേ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇവാലുവേഷൻ ബേസ് ചെയ്ത് പറയാണ് കേട്ടോ. ഇനി ഇപ്രാവശ്യം നമ്മുടെ ഭാഗ്യക്കേടുകൊണ്ട് മാറുമെന്നും അറിയില്ല. എനിവേ, എന്തായാലും ഇമ്പോർട്ടൻസ് ഈ 3 എണ്ണത്തിന് കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് ചാപ്റ്റർ. തേർഡ് ചാപ്റ്റർ ഇതേപോലെ തന്നെ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്, വിച്ച് ക്യാരി 6 മാർക്സ് മാത്രം ക്യാരി ചെയ്യുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ് നമ്മുടെ പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ്. ഈ 3 എൻ്റർപ്രൈസുകളെ കുറിച്ച് മാത്രമാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനി എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കണക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് എന്താണ്, ഈ പറഞ്ഞതുപോലെ തന്നെ 2 രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ആൻഡ് വി ഹാവ് ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനീസ്. ഇവർ 3 തമ്മിലുമുള്ള ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് അതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷൻ എന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് ഒരു മെറിറ്റോ 2 മെറിറ്റോ ഒരു 2 മെറിറ്റും 2 ഡിമെറിറ്റും ഒക്കെ പഠിച്ചു വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എടുത്തിട്ട് ഫീച്ചേഴ്സിന് യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ബിസിനസ് സർവീസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 10 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് വി എക്സ്പെക്ട് ബാങ്കിങ്ങിൻ്റെ ഭാഗത്തുനിന്നും ഇൻഷുറൻസിൻ്റെ ഭാഗത്തുനിന്നും ഇനിയും ചോദ്യങ്ങൾ വരും എന്നുള്ളത് തന്നെയാണ്. ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ അഗൈൻ ദേ വിൽ ആസ്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഈ 2 ഭാഗത്തുനിന്നും ഒരു എസ്സേ ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ബാങ്കിങ്ങിനോ ഇൻഷുറൻസിനോ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആ ഭാഗം ഒന്ന് നോക്കി വെച്ചേക്കുക. കമ്മ്യൂണിക്കേഷൻ നോക്കുക, ട്രാൻസ്പോർട്ടേഷൻ നോക്കുക, വെയർ ഹൗസ് നോക്കുക. വെയർ ഹൗസിൽ ഈ പറഞ്ഞതുപോലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ടൈപ്സ് ഓഫ് വെയർ ഹൗസും ഫംഗ്ഷൻസ് ഓഫ് വെയർ ഹൗസും ഒക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ 3 മാർക്ക് 4 മാർക്കിനൊക്കെ വെയർ ഹൗസും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. സോ 1, 2, 3 എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഇത് 2 പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ 3 കാര്യങ്ങൾക്കാണ്. 2 ചാപ്റ്ററും 2 ഹ്യൂജ് ചാപ്റ്റേഴ്സൊന്നും ഞാൻ ആദ്യം പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞിരുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കട്ടോ. ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് എഫിഷ്യൻ്റ് ആയിട്ടാണ് അല്ലേ. ഇനിയുള്ള ഒരു സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്സ് കവർ ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് എമേർജിംഗ് മോഡ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ, വളരെ ചെറിയ ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ട്രഡീഷണൽ ആൻഡ് ഇ ബിസിനസ് നമ്മൾ ഡിഫറൻസ് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ചാപ്റ്ററാണ് ട്രഡീഷണൽ വേഴ്സസ് ഇ ബിസിനസ്.
എന്നുള്ളത് ആ ഭാഗം ഒന്ന് നോക്കുക. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് B2B B2C എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നോക്കുക. ഈ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഈ ട്രാൻസാക്ഷൻസ് നോക്കുക. അതേപോലെ തന്നെ പേയ്മെൻറ്റ് മെക്കാനിസം, ഓൺലൈൻ പേയ്മെൻറ്റ് മെക്കാനിസംസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് ഓൺലി 5 മാർക്കിൻ്റെ ചാപ്റ്ററാണിത്. ആ ഒരു ഇമ്പോർട്ടൻസിൽ എല്ലാത്തിനെയും കുറച്ച് പഠിച്ചു വെച്ചാൽ മതി. ഒരു ഡീറ്റെയിൽ ലേണിംഗ് അല്ല വേണ്ടത്. എല്ലാത്തിനെ കുറിച്ചും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, ഒരു ബേസിക് നോളജിൽ പഠിക്കുക എന്നുള്ളതാണ് എമേർജിംഗ് മോഡ് ഓഫ് ബിസിനസ്സിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് കമ്മിങ് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ബട്ട് സ്റ്റിൽ ഒരു 6 മാർക്കാണ് സ്കോർ ചെയ്യാനുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അത്. അതേപോലെ തന്നെ പൊല്യൂഷൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എന്തിനാണ് നമ്മൾ റെസ്പോൺസിബിൾ ആവുന്നത് എന്നുള്ളതും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കോഴ്സസ് ആൻഡ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ, എന്ത് കാരണം കൊണ്ടാണ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് വി ഹാവ് ബിസിനസ് എത്തിക്സ്. ഇതൊന്നും ഇല്ലാണ്ട് എത്തിക്കൽ ബിസിനസ് എങ്ങനെ ചെയ്യാം, ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദീസ് ടോപ്പിക് ഷുഡ് ബി കവേർഡ് എന്നുള്ളതാണ് കേട്ടോ. ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നുള്ളതും അനദർ സിമ്പിൾ ചാപ്റ്റർ എന്ന് തന്നെ പറയും. കാരണം കുറച്ച് ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. നമുക്ക് ഏറ്റവും ഹയസ്റ്റ് സ്കോറിംഗ് ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്നുള്ളത്. പ്രൊമോഷൻ എന്താണെന്ന് പഠിക്കുക, പ്രൊമോട്ടർ എന്താണെന്ന് പഠിക്കുക, പ്രൊമോട്ടറുടെ ഫംഗ്ഷൻ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് തന്നെ പ്രൊമോഷൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത് ഫംഗ്ഷൻസ് ഓഫ് പ്രൊമോട്ടറാണ്. ആ ഭാഗം പഠിച്ചു വെച്ചേക്കുക. MOA എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ കണ്ടൻസ് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. കണ്ടൻസ് പഠിക്കുക. അതേപോലെ തന്നെ MOയും AOയും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കുക. നമ്മൾ ഇതുവരെയുള്ള ലൈവൊക്കെ കണ്ട കുട്ടികളാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗങ്ങൾ പഠിപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ MOയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻകോർപ്പറേഷനിൽ മിനിമം ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്ന ഒരു 5 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സും ഉണ്ട്. അതൊക്കെ സിമ്പിൾ ആണ്. ഈ സബ്സ്ക്രിപ്ഷനൊന്നും നമ്മളൊരു എസ്എ ക്വസ്റ്റ്യൻ ആ ഭാഗത്തേക്കോ കണ്ടിട്ടില്ല. മോസ്റ്റ് പ്രോബ്ലി MOയും പ്രൊമോട്ടറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കളിക്കലാണ് നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഭൂരിഭാഗം വർഷവും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് അനദർ ബിഗ് ചാപ്റ്റർ വിത്ത് 8 മാർക്സ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്റർ 8 മാർക്ക് വളരെ കുറച്ച് ടോപ്പിക്സ് കൊണ്ട് കിട്ടുമെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂസിങ് ചാപ്റ്ററാണ്. കാരണം ഇത്രയും ടോപ്പിക്സിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് അവർ ഇഷ്ടമുള്ള 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സോഴ്സസ്, ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഷോർട്ട് ടേം, ലോങ് ടേം, മിഡിൽ ടേം എന്നുള്ളത്, അല്ലെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് ഡ്യൂറേഷൻ, ഓൺ ദി ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദി ബേസിസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിവിഷൻ പഠിക്കുന്നുണ്ട്. അതും അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ചോയ്സുകളാണ്, എന്താണ് റീറ്റെയിൻഡ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, ലീസ് ഫിനാൻസിങ്, ഇതൊക്കെ പഠിച്ചു വെക്കുക. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ്, ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് സോഫ്റ്റ്വെയർ. ഇത്രയും ഫണ്ടുകൾ നമുക്കുണ്ട്, അതിൽ ഏത് ഫണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക. കുറച്ചെണ്ണത്തിനെ കുറിച്ചൊക്കെ മെറിറ്റും ഡീമെറിറ്റും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിൽ നിന്ന് ഫീച്ചേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് പഠിച്ചു വെച്ചേക്കുക, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പഠിച്ചു വെച്ചേക്കുക. ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വി ഹാവ് MSME ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. ഒരു ചെറിയ ചാപ്റ്ററാണ്, ഒരുപാട് മാർക്കിനൊന്നും ചോദ്യങ്ങൾ വരാറില്ല. സിമ്പിളായിട്ട് ഒരു 4 മാർക്കാണ് വരുന്നത്. 4 മാർക്ക് ഒന്നെങ്കിൽ അത് റോൾ ആവാം, പ്രോബ്ലം ഓഫ് MSME ആവാം എന്നുള്ളതാണ്. ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ IPRൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ ട്രേഡ് മാർക്ക്, പാറ്റൻറ്റ്, പ്ലാന്റ് വെറൈറ്റി എന്നൊക്കെ പറയുന്ന ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ ഭാഗം ഒന്ന് നോക്കണം. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ MSME, റോൾ ഓഫ് MSME, ഇത് 2 മാർക്സിലൊക്കെ വരാൻ ചാൻസ് ഉള്ള വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് ഏകദേശം ഒരുവിധം ടോപ്പിക്സ് ഒക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇതെല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഇൻറ്റേർണൽ ട്രേഡ് എന്നുള്ളതാണ്. ഐ തിങ്ക് ഇതിനുമുണ്ട് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അത്യാവശ്യം വലിയ ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഈ ഹോൾസെയിലറുടെ സർവീസ്, അതേപോലെ റീറ്റെയിലറുടെ സർവീസുകൾ ഈ പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. മേ ബി ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നേരെ ടൈപ്സ് ഓഫ് റീറ്റെയിൽ ട്രേഡാണ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്ററൻ ട്രേഡർ ആവാം. ഇറ്ററൻ ട്രേഡേഴ്സിന് 4 എണ്ണം പറയുന്നുണ്ട്. ആ 4 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എസ്എക്ക് വരാം. അല്ലെങ്കിൽ ഫിക്സ്ഡ് ഷോപ്പ് ഉണ്ട്. ഫിക്സ്ഡ് ഷോപ്പിലും ഈ പറഞ്ഞതുപോലെ തന്നെ 4-5 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ സ്മോൾ സ്കെയിലും ലാർജ് സ്കെയിലും ഉണ്ട്. ലാർജ് സ്കെയിലിൽ നിന്ന് ഒറ്റൊന്നെടുത്ത് മാത്രം ചോദിക്കാം. ഈ സൂപ്പർ ബസാർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് എന്നൊക്കെ ഉള്ളത് ഈ ഭാഗത്ത് മാത്രം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഫീച്ചേഴ്സും ഉണ്ടാവും, മെറിറ്റും ഡീമെറിറ്റും ഉണ്ടാവും. ഓക്കെ, ബാക്കി ടോപ്പിക്സ് ഇവിടെയൊക്കെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. വിച്ച് മീൻസ് ആ ഭാഗത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ 1-2 എണ്ണം ചോദിച്ചിട്ടായിരിക്കും എസ്എക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ലാർജ് സ്കെയിലാണെങ്കിൽ ഒരു ഒറ്റൊന്ന് മാത്രം വെച്ചിട്ട് എന്തിന് ചാൻസ് ഉണ്ട്, ഒരു എസ്എ ക്വസ്റ്റിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു ഇമ്പോർട്ടൻസിൽ പഠിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 48 മാർക്സ് കിട്ടാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ താഴെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സ് പക്ക ആക്കിയിട്ട് എന്ത് ചെയ്യുക, ബാക്കി ചാപ്റ്റേഴ്സിലേക്ക് പോവുക. ആൻഡ് ലാസ്റ്റ് വി ഹാവ് ഇൻ്റർനാഷണൽ
ബിസിനസ് എന്ന് പറയുന്നുണ്ട്, ഡൊമസ്റ്റിക് ബിസിനസ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, മോഡ്സ് ഏതൊക്കെയാണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്ന് പഠിക്കുന്ന സമയത്ത് അത് സ്റ്റെപ്പായിട്ട് എല്ലാം കൂടി അടിച്ചു കുറുക്കി പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ഒരു 4-5 എക്സ്പോർട്ട് പ്രൊസീജിയർ ഏതൊക്കെയാണെന്ന് പഠിച്ചത്. മേ ബി അവരെന്താ ചോദിക്കുക, റൈറ്റ് എനി വൺ എക്സ്പോർട്ട് പ്രൊസീജിയർ അങ്ങനെയാണ് ചോദിക്കാറ്. ഇല്ലെങ്കിൽ ആ എക്സ്പോർട്ട് പ്രൊസീജിയർ ഏതെങ്കിലും 2 നെയിം തന്നിട്ട് അതൊന്ന് ഡിഫൈൻ ചെയ്യാനാണ് ചോദിക്കാറ്. കാരണം ഒരു 4 മാർക്ക് ചാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നിന്ന് നിങ്ങൾ അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്ററാണ്. നമ്മൾ എക്സ്പോർട്ട് പ്രൊസീജിയറും ഇമ്പോർട്ട് പ്രൊസീജിയറൊക്കെ നോക്കിയാൽ 12-13 സ്റ്റെപ്പൊക്കെ ഉള്ളതാണ്. ബട്ട് വി ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് മച്ച് ഓഫ് ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 3 മാർക്ക് ഭാഗത്തോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഭാഗത്ത് മാത്രം വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളത്. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ എളുപ്പമാണ്. ആ ഭാഗം നോക്കി വെച്ചാൽ ഈസി ആയിട്ട് 4 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എനിവൺ ഹു ഈസ് വില്ലിംഗ് ടു, ഈ പറഞ്ഞതുപോലെ തന്നെ സാറേ ഈ ടോപ്പിക്സ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഇതിൻ്റെ ക്ലാസ് ഒക്കെ എവിടെന്നെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ നോട്ട്സ് കിട്ടുമോ, അങ്ങനെ കിട്ടുമോ, ഇങ്ങനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന കുട്ടികൾക്കുള്ളതാണ് വെറും 699 റുപ്പീസ്. എടാ, കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് 699 എന്ന് പറയുന്നത്. നിങ്ങൾ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും വോത്ത് ആയിട്ടുള്ള പൈസ ആയിരിക്കും ഈ 699 റുപ്പീസ് എന്ന് പറയുന്നത്. യു ഡോണ്ട് ഹാവ് ലൈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളൊരു 2-3 മന്തി കഴിക്കുന്ന പൈസ ആവുള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി സമയമുണ്ടോ, കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് കാണാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സസും നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു ചാപ്റ്റർ 2 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെയുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളത് മാത്രമല്ല. ക്ലാസ് കേൾക്കുക, അതിൻ്റെ എക്സാംസ് ഉണ്ടാവും, അതിനിടയിൽ MCQs ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ അടുത്ത കൊല്ലം +2ലേക്കും പഠിക്കാനുള്ളവരാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചീപ്പസ്റ്റിൽ കിട്ടാവുന്ന ഓഫറിനുള്ള 699 ഓഫർ എന്ന് പറയുന്നത്. വെറും 699 റുപ്പീസ് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് യു ജോയിൻ അവർ ബാച്ച്. അതെന്താവില്ല, ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെ ആയിരിക്കില്ല നമ്മൾ ഏതെങ്കിലും തലേന്ന് വരുന്ന ഒരു 3 അവർ ലൈവിൽ പറയുന്ന അല്ലെങ്കിൽ 6 അവർ മാരത്തോണിൽ പറയുന്ന പോലെ ആയിരിക്കില്ല. കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൃത്യമായിട്ട് സ്ലോ ആയിട്ട് ഒന്നും കൂടി എൻഗേജ് ചെയ്ത് പറയുന്നതായിരിക്കും. അതന്നെ അതിൻ്റെ ഡിസ്കഷൻസും ലൈവുകളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതിനൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഓൺലി നീഡ് ടു സ്പെൻഡ് ഒരു 699 റുപ്പീസ് മാത്രമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, സോ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നവർ, +1ന് ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു, ബൈ. എക്സാം ഭംഗിയായി നടക്കട്ടെ കേട്ടോ.